കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 3 ജില്ലകൾ. ഈ 3 ജില്ലകളിൽ 2016-ലും 2021-ലും CPM-നും ഇടതു മുന്നണിക്കും വലിയ തോതിൽ പലയിടത്തും കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. അതെ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ എല്ലാ സീറ്റും. കാരണം വെച്ചാൽ അത് ഈ മാണി ഗ്രൂപ്പ് UDF വിട്ടത് ഒരു ഘടകമാണ് തന്നെയാണ്. കാരണം മാണി ഗ്രൂപ്പിന് കേരള കോൺഗ്രസ്സുകളിൽ അണികളുള്ള ഏക പാർട്ടി ഇപ്പോഴും മാണി ഗ്രൂപ്പ് തന്നെയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് CPM ഇപ്പോൾ ജോസഫ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ SFI മാത്രമല്ല, അവർക്ക് ഇടതുപക്ഷത്തോട് ഇപ്പോൾ പഴയതുപോലുള്ളൊരു എതിർപ്പില്ല. അവൾ കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയി വരികയാണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് നേതാക്കന്മാരുണ്ടാകുന്നു. സഭയും CPM-ഉം തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കുറച്ചുകൂടെ ഒരു ക്രയവിക്രയത്തിന് കുറച്ചുകൂടെ ആഴങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ പറയുന്ന പോലെ ഒരു എതിർപ്പ് ഇടതുപക്ഷത്തോടും CPM-നോടും 2011 മുതലില്ല. 2011 2006 മുതലില്ല. 2006 മുതൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്ക് പതിയെ ഇടതുപക്ഷവും CPM-ഉം കടന്നു കയറി. പിന്നെ കേന്ദ്രത്തിലുള്ള BJP സർക്കാരിൻ്റെ വരവ്, അത് ഡിപ്പെൻഡൻസി ഇല്ല. കാരണം കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ BJP വരുന്നു, ഇവിടെ CPM. അപ്പോൾ ആ ഒരു അവർക്കൊരു ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. കാരണം വെച്ചാൽ കോൺഗ്രസ് തന്നെ വേണമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്നുള്ളത് വന്നപ്പോഴേക്കും അവർ ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യം പുതിയ തലമുറയിലുണ്ടായി. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ ഈ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു ആൻറ്റി ഇൻകംബൻസി പ്ലസ് ഒരു CPM വരുന്നത്, അവിടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആറന്മുള മണ്ഡലത്തെ സാറ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പലയിടത്തും ചെറുപ്പക്കാരില്ലല്ലോ. കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ചെറുപ്പക്കാർ വളരെ കുറഞ്ഞുപോയി. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞുപോയി. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ ആളില്ല. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, വോട്ട് ചെയ്യാൻ ആളില്ല. ഇവരാരും വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, ഒരാളും വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വന്ന സ്ഥിതിക്കാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു CPM-ന് ഇടതുപക്ഷത്തിന് ഒരു കടന്നു കയറാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ സീറ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഇടുക്കിയിലായാലും കോട്ടയത്തായാലും പത്തനംതിട്ടയിലും ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തിൽ 2026-ൽ UDF മുന്നിൽ വരും. അക്കാര്യം സംശയമൊന്നുമില്ല. CPM പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സ് വളരെ കുറവാണ്. 5 സീറ്റല്ലേ പത്തനംതിട്ടയിലും, ഇടുക്കിയിലും 5 സീറ്റുള്ളൂ. എനിക്ക് ഇവിടെ 15 സീറ്റ്. അപ്പോൾ ഒരു 16 ടോട്ടൽ 20-21 സീറ്റുകളേ ഉള്ളൂ ഈയിടെ. അപ്പോൾ ഈ അവിടുത്തെ ഒരു ഭൂരിഭാഗം സീറ്റുകളെ UDF പിടിക്കുമ്പോഴും നിങ്ങൾ മാറി വരുന്ന രാഷ്ട്രീയ സംസ്കാരത്തെ ഓർക്കുക. കോൺഗ്രസ്സിന് ഈ ജില്ലകളിൽ വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ UDF-ന് ഈ ജില്ലകളിൽ വോട്ട് ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ വരികയാണ്. കേരള കോൺഗ്രസ്സുകൾ ചരിത്രപരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഒരു തെരഞ്ഞെടുപ്പോട് കഴിയുന്നിടയ്ക്ക് ഒരുപക്ഷെ കേരള കോൺഗ്രസ് ഇല്ലാതായി പോകുന്ന അവസ്ഥ വന്നേക്കാം. പൊളിറ്റിക്കൽ അല്ല, അതൊരു രാഷ്ട്രീയ സംസ്കാരം മാറി വരും. ഡെമോഗ്രാഫിക്കലി രാഷ്ട്രീയ സംസ്കാരം മാറി വരിക. കാരണം കേരള കോൺഗ്രസ്സുകൾ ഒരുപക്ഷെ 2034 ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ അവസ്ഥയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ രാഷ്ട്രീയ സംസ്കാരം മാറി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ജാക്കബ് സാർ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ആ പൊളിറ്റിക്സ് അറിയാവുന്നതുകൊണ്ട്. ഈ എന്താ പറയുക, ഇടതുപക്ഷത്തിനും കുറച്ച് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിനും UDF-നും ഒരുപക്ഷെ BJP-ക്കും തുല്യ പ്രാധാന്യമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഒരുപക്ഷെ ഈ 3 ജില്ലകളിൽ വന്നേക്കാം. കോട്ടയത്തിൽ ക്രിസ്ത്യാനികൾക്കിടയ്ക്കുണ്ടായിരുന്ന ഒരു വലിയ ഒരു BJP അഫിനിറ്റി ഉണ്ടായിരുന്നു. അതിനൊരു കുറച്ചൊരു മയം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പാലാ നിയോജകമണ്ഡലത്തെക്കുറിച്ച് കേൾക്കുന്നത് ചിലപ്പം ജോസ് കെ മാണി അവിടെ നിന്ന് ജയിക്കാൻ സാധ്യതയുണ്ട്. അതെ. കാരണം മാണി സി കാപ്പൻ ഫെയിൽ ടു ഡെലിവർ. അതുകൊണ്ട് കൂടിയാണ്. കാരണം അവർക്ക് KM മാണിയെ പരിചയമുണ്ട്. KM മാണി എങ്ങനെയാണ് ആ മണ്ഡലം, ഞാൻ നേരത്തെ പറഞ്ഞ നഴ്സിംഗ് ദ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത്, അത് മാണി കാപ്പനെ, അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ പിന്നെ ജോസ് കെ മാണിക്ക് ഒരു സാധ്യത ആളുകൾ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് നേരത്തെ BJP-യുടെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, സാധാരണ അവർ കൺസിസ്റ്റൻ്റ് ഗ്രാഫാണ്. ആ ഗ്രാഫ് കോട്ടയം ജില്ലയിൽ മുമ്പോട്ട് പോയില്ല. പലയിടത്തും താഴോട്ട് പോയി. അപ്പം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കമ്മ്യൂണൽ പൊളിറ്റിക്സിനൊരു, ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന BJP ശരിക്കും നേട്ടം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ജില്ല പത്തനംതിട്ടയായിരുന്നു. നമ്മൾ അവിടെയൊന്നും BJP-യുടെ ഇപ്പോൾ പന്തളം പിന്നെ മുനിസിപ്പാലിറ്റി അവർക്കുണ്ടായിരുന്നു, അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി BJP-ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം പൊളിറ്റിക്സ് വീണ്ടും LDF വേഴ്സസ് UDF-ലേക്ക് തന്നെ വരികയാണ്. കോട്ടയം അതിനൊരു എക്സെപ്ഷൻ കോട്ടയം പത്തനംതിട്ട എക്സെപ്ഷൻ ആകേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നിടത്തോളം BJP-ക്ക് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ LDF UDF എന്നുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ അകത്തുള്ള ഉൾപ്പിരിവുകൾ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മണ്ഡലം വൈസ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പലയിടത്തും അവരുടെ പ്രസൻസോ അവരുടെ ആബ്സെൻസോ ആണ് ഇത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോട്ടയം അടക്കം. ഇപ്പോൾ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ വിൽ ബി ഫേസിങ് എ ടഫ് ടൈം, അത് ആളുകൾ പറയുന്നതാണ്. അപ്പം രാഷ്ട്രീയമായിട്ടുള്ള
നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എത്രയ്ക്ക് എന്നുള്ളതല്ല, ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തു കഴിയുമ്പം യു ഡി എഫിന് ഭയപ്പെടാനുള്ള ചില എലമെൻറ്റ്സ് കോട്ടയം ജില്ലയിലുണ്ട്. അതേസമയം ഈ പറയപ്പെടുന്ന ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ചിലവാക്കാൻ പറ്റുന്ന 2-3 ജില്ലകളാണിത്. കാരണം ഈ സർക്കാരിനെ കൊണ്ട് ഏറ്റവും മെച്ചമുണ്ടാക്കിയ മനുഷ്യർ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അതിൽ ഇപ്പം അതിദാരിദ്ര്യമുക്ത പരിപാടി ആയാലും പെൻഷൻ ആയാലും പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയാലും ലൈഫ് പദ്ധതി ആയാലും നമ്മൾ ജില്ല വെച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് മനുഷ്യർ ഇവിടെ നിന്നുള്ളത് ആയിരിക്കും. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെയോ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്ന് ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്ന മനുഷ്യർ വളരെ കുറവായിരിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്താൻ തുടങ്ങിയ ആൾക്കാർ കൂടുതലുള്ള ഒരു കൂട്ടരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ലെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും. അവർ 2 പ്രാവശ്യം ഇവരിരുന്നില്ലേ, ഒന്ന് ആവട്ടെ എന്ന്. കാരണം അവർക്ക് സർക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയൊരു വ്യത്യാസം അവരെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല. ഇവരില്ല, നമ്മൾ കണക്കെണ്ടയിലില്ല എങ്കിലും നമ്മൾ പെർസെൻറ്റേജ് വൈസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ക്ഷേമ പെൻഷൻ കിട്ടുന്ന മനുഷ്യർ. കാരണം ക്ഷേമ പെൻഷൻ അതിൻ്റേതായ ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയ്ക്ക് പുറത്തുള്ള മനുഷ്യരായിരിക്കും ഇവിടെ അധികം ഉള്ളത്. ഇപ്പം ശ്രീകുമാർ പറഞ്ഞ ഈ കമ്മ്യൂണിറ്റി, അതായത് ശ്രീയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ശ്രീയൻ കാത്തലിക് ആയാലും മറ്റ് ശ്രീയൻ കമ്മ്യൂണിറ്റികളായാലും അതാണ് അതിൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണിത്. ഈ പറയുന്ന പോലെ അവിടെ അധികം ആൾക്കാർ ഉണ്ടാവണമെന്നില്ല, അവർക്ക് ഈ പെൻഷൻ്റെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് അവിടെ. അതുകൊണ്ട് LDFന് ഈ ചില നിയോജക മണ്ഡലങ്ങളിൽ MLA-മാരെ വെറുപ്പിച്ചതൊഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ LDFന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഈ 3 നിയോജക മണ്ഡലങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. അത് ഇതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം? 2 പ്രാവശ്യം ഇവർ ഭരിച്ചാൽ എന്നാൽ പിന്നെ എന്താ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമുക്കൊരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തതെന്നുള്ള ആർഗ്യുമെൻ്റ് വിറ്റ് പോകാൻ സാധ്യതയുള്ള 3 മണ്ഡലങ്ങളാണിത്. അതിൻ്റോടൊപ്പം തന്നെ ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റും LDF. അതൊരു ഫ്ലൂക്കിൽ ജയിച്ചതാണെന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത്. അത് ഒരു പ്രത്യേക കാലാവസ്ഥയിൽ അങ്ങ് ജയിച്ചതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഷീസ് ഫേസിങ് എ ടഫ് ടാസ്ക് വീണ ജോർജ്. കേരളത്തിൽ ഒരു മന്ത്രിക്ക് അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് വ്യത്യാസം വരുത്താൻ പറ്റുമെന്ന് സത്യത്തിൽ കാണിച്ചു കൊടുത്ത ഒരു മന്ത്രിയാണ് വീണ ജോർജ്. പക്ഷേ ഇപ്പോൾ അവരെ നോക്കുക, അവരെന്തുമാത്രം അവർ നേരിടുന്ന എതിർപ്പ്, അവർ നേരിടുന്ന പരിഹാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭീകരമായിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു നാടാണ് ഈ നമ്മൾ ഈ സെൻട്രൽ കേരള. അത് അവിടെ വളരെ എളുപ്പം അത് വിറ്റുപോകും. അതുകൊണ്ട് LDF ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട, അവർക്ക് വലിയ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ല. അവർക്ക് വളരെ ഓർഗാനിക്കായിട്ട് കിട്ടുന്ന വോട്ടുകൾ മാത്രമേ ഇപ്രാവശ്യം കിട്ടാനുള്ള സാധ്യത. അല്ലെങ്കിൽ അവർക്ക് ഭരണത്തിൽ വരാൻ സഹായിക്കുന്ന ഇൻക്രിമെൻ്റൽ സീറ്റുകൾ കിട്ടേണ്ട ഈ 3 ജില്ലകളിലും ഒരു പക്ഷേ വലിയ തിരിച്ചടി. കാരണം ഒരു 20 സീറ്റിൽ 14-15 സീറ്റുകൾ UDFന് പിടിക്കാനുള്ള അവസ്ഥയിലാണ് അവർ പോകുന്നത്. ഇടുക്കി ജില്ലയിൽ മലമുകളിലുള്ള സീറ്റുകൾ, അതായത് പിന്നെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, ഈ 3 സീറ്റുകൾ പതിവ് പോലെ LDF തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്താൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പട്ടയം കൊടുത്തതും മറ്റതെല്ലാം പട്ടയം അപ്പോൾ അത് പിന്നെ അവർക്കത് വാല്യൂ ആണ്. അത് ഭരണം കൊണ്ട് ശരിക്കും പ്രത്യക്ഷത്തിൽ നേട്ടമുണ്ടായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഒരു പുഷ് വരാത്ത സ്ഥലങ്ങളിൽ LDFന് അഡ്വാൻറ്റേജ് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ LDFന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമല്ലേ സർ ഇടുക്കി? ഇപ്പോൾ M മണി മത്സരിക്കുന്നില്ല എന്നൊരു സാധ്യത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അത് LDFന് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നേ ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലുമില്ല. എം എം മണി എനിക്കൊന്ന് സാധാരണഗതിയിൽ അദ്ദേഹം മത്സരിക്കേണ്ട ആളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്. എം എം മണി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നേതാവാണ്, സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, ഞാൻ ഈ എം എം മണിയായിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ കാണുന്നുണ്ട് ആ മനുഷ്യനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടക്കുന്നുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിപ്ലവകാരിയായ മനുഷ്യനാണ് എം എം മണി. ഒരു അസംബ്ലി സീറ്റ് വെച്ചിട്ട് അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് കൊണ്ട് ഉടുമ്പൻചോലയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അവിടുത്തെ മനുഷ്യർക്ക് ഈ സർക്കാരിനെ കുറിച്ച് അറിയാം. അവർക്ക് പെൻഷൻ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയിലുള്ള മനുഷ്യർ പെൻഷനെ കാണുന്ന പോലെയല്ല ഉടുമ്പൻചോലയിലുള്ള മനുഷ്യർ. അവർക്ക് ഇടതുപക്ഷ സർക്കാർ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് കോട്ടയത്തുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ
അവർക്ക് ആ കുന്നിൻ്റെ മണ്ടയിലുള്ള മനുഷ്യർക്ക് ഈ സർക്കാരിനെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ഇവിടെയൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ നിയോജകമണ്ഡലമൊക്കെ കോൺഗ്രസ് ആണ് ജയിച്ചിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്നും കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയം തന്നെ നിർത്തിയെന്ന് അത് പലതരത്തിലുള്ള വർത്തമാനങ്ങൾ കേട്ടു. ജയിച്ചുകൂടാന്നില്ല. പക്ഷേ അദ്ദേഹം, ഞാൻ പറയുന്നത്, ഈ പൊളിറ്റിക്കൽ വോട്ട് മനുഷ്യർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതല്ലാതെ കമ്മ്യൂണൽ വോട്ടല്ല. ഈ അവിടെയുള്ള മനുഷ്യർ കമ്മ്യൂണൽ വോട്ടിൻ്റെ സ്ഥലമല്ല, അതൊരു പൊളിറ്റിക്കൽ വോട്ടാണ്. പിന്നെ ഉള്ളത് ആ ജില്ലയുടെ താഴെയുള്ള 2 മണ്ഡലങ്ങളാണ്, തൊടുപുഴയും ഇടുക്കി. ഇപ്പം റോഷി അഗസ്റ്റിന്റെ ആണ്. അത് ഈ പറയുന്ന പോലെ എല്ലാ കേരള കോൺഗ്രസ്സുകാരെയും പോലെ പുള്ളി ആ മണ്ഡലം അതിഗംഭീരമായിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ തന്നെ ജയിക്കാനാണ് സാധ്യത. തൊടുപുഴയിൽ പി ജോസഫിന്റെ മകൻ അല്ലെങ്കിൽ പി ജോസഫ് ജയിക്കാനാണ് സാധ്യത. ആ 2 മണ്ഡലം പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.